ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷിലെ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഡെറിക് വാൽക്കോട്ട് എഴുതിയിട്ടുള്ള ചെറിയൊരു പോയമാണ്. നമ്മളിവിടെ പോയത്തിൻ്റെ സ്റ്റാൻസ വൈസ് ആയിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. സ്റ്റാൻസ 1. The first stanza describes the violence of colonialism in Africa. ഈ പോയത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആഫ്രിക്കയിൽ കൊളോണിയലിസവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വയലൻസിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം, ഇന്ത്യയിൽ വാഗൺ ട്രാജഡി, അതുപോലെ തന്നെ ജ്വാലിയൻ വാലാബാഗ് എന്ന പേരിലൊക്കെ ഒരുപാട് കൂട്ടക്കൊലകളൊക്കെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതുപോലെ ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെയാണ് ഇവിടെ പോയിട്ട് റെഫർ ചെയ്യുന്നത്. യൂസിങ് ഗ്രാഫിക് ഇമേജറി ലൈക്ക് ബ്ലഡ് സ്ട്രീംസ് ആൻഡ് കോപ്സസ്. ഇനി അതിൻ്റെ ഒരു ചിത്രം നമുക്ക് തരുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ഇമേജുകൾ ബ്ലഡ് സ്ട്രീംസ്, ചോരപ്പുഴ ഒഴുകുന്നതിൻ്റെയും അതുപോലെ മൃതശരീരങ്ങൾ കൂട്ടിയിടപ്പെടുന്നതിൻ്റെയൊക്കെ ഇമേജുകളാണ്. ദെൻ ടു ഡെപിക്ട് ദ സഫറിങ് ഓഫ് ദ കിക്കുയു പീപ്പിൾ. കിക്കുയു പീപ്പിളിനാണ് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. കിക്കുയു എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കെനിയ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഒരു വിഭാഗം ജനങ്ങളാണ്. അപ്പോൾ അവർ നടത്തിയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വയലൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. The speaker emphasizes the hypocrisy of those who justify colonial policies, both in terms of statistics and scholarly justifications. പിന്നീട് പോയിട്ട് ഈ കൊളോണിയലിസത്തെ ന്യായീകരിക്കുന്ന ആളുകളെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഹിപ്പോക്രസി എടുത്തു പറയുന്നു. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും അതുപോലെ തന്നെ ഐഡിയോളജിയുടെയും പേരിൽ. ഇപ്പോൾ നമുക്കറിയാം, വികസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊക്കെ ചില ആളുകളൊക്കെ ഒരുപക്ഷെ കൊളോണിയലിസത്തെ ന്യായീകരിക്കുന്നുണ്ടാവാം. ആ രീതിയിലുള്ള ആളുകളെയൊക്കെ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്യുന്നത്. The stanza ends with a powerful reference to the Jews. പിന്നീട് ഈ പോയത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസയുടെ അവസാനം നമ്മൾ കാണുന്നത് ഈ ജർമ്മനിയിലെ ജൂതന്മാരോട് ആഫ്രിക്കയിലുള്ള ഇവരെ ഉപമിക്കുകയാണ്. ആ രീതിയിലുള്ള കൂട്ടക്കൊലക്കാണ് അവർ വിധേയരാകേണ്ടി വരുന്നതെന്ന് പോയിട്ട് പറയുന്നു. സ്റ്റാൻസ 2. The second stanza expands on the theme of violence. ഈ ഒരു വയലൻസിനെ കുറിച്ചിട്ട് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റാൻസയിലും അദ്ദേഹം തുടർന്ന് പറയുന്നത്. കമ്പയറിംഗ് ദ നാച്ചുറൽ വയലൻസസ് ഓഫ് ദ ആനിമൽ കിങ്ഡം ടു ദ വയലൻസ് ഇൻഫ്ലിക്റ്റഡ് ബൈ ഹ്യൂമൻസ്. അദ്ദേഹം അവിടെ നടത്തുന്നൊരു കമ്പാരിസൺ, ഈ മൃഗങ്ങൾ നമുക്കറിയാം അവരുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിത രീതിയിൽ ഇങ്ങനെ ഒരുപാട് വയലൻസ് ഉള്ള ആളുകളാണ്. പക്ഷേ മനുഷ്യർ അങ്ങനെയുള്ളവരല്ല. പക്ഷേ നമുക്ക് യാഥാർത്ഥ്യത്തിൽ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് മനുഷ്യർ ഇതുപോലെ മൃഗങ്ങളെ പോലെ തന്നെ വയലൻസ് നടത്തുന്നതിൻ്റെ മാത്രം കഥകളാണ്. Then the speaker argues that while we accept the violence of nature, we judge human violence more harshly. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്വാഭാവികമായിട്ടും മൃഗങ്ങളുടെ ഇടയിൽ ഇത്തരം ക്രൂരതകൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരിൽ നിന്ന് നമ്മളത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. However, the stanza also suggests that human violence is driven by the same basic instinct as animal violence. അപ്പോൾ പോയിട്ട് ഇവിടെ നടത്തുന്ന കമ്പാരിസൺ, മനുഷ്യർ മൃഗങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല, മൃഗങ്ങളെ പോലെ തന്നെയുള്ള വയലൻസുകളും ക്രൂരതകളും ഒക്കെ മനുഷ്യരും കാണിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. സ്റ്റാൻസ 3. The third stanza is the most personal. അവസാനത്തെ സ്റ്റാൻസയിലാണ് അദ്ദേഹം പേഴ്സണൽ ഫീലിങ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. ആസ് ദ സ്പീക്കർ എക്സ്പ്രസസ് ഹിസ് ഓൺ ഇന്റേണൽ കോൺഫ്ലിക്റ്റ്, അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. He is caught between his love for the English language and their outrage at the violence of colonialism. അദ്ദേഹത്തിന് ഒരു വശത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് സ്നേഹമുണ്ട്, അദ്ദേഹം ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, അതായത് യൂറോപ്യൻ കൾച്ചർ കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അദ്ദേഹത്തിനുള്ളത് ആഫ്രിക്കൻ വേരുകളാണ്. അപ്പോൾ യൂറോപ്യൻസ് ഈ ആഫ്രിക്കക്കാരോട് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള വിദ്വേഷവും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുള്ള ഒരു കൺഫ്ലിക്റ്റാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. He feels poisoned by the blood of both sides. രണ്ട് വിഭാഗം ആളുകളുടെയും രക്തം കൊണ്ട് അദ്ദേഹം പോയിസൺ ചെയ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെഫറിങ് ടു ദ മിക്സ്ഡ് ഹെറിറ്റേജ്, ഈ യൂറോപ്യൻ സംസ്കാരത്തിൻ്റെയും ആഫ്രിക്കൻ സംസ്കാരത്തിൻ്റെയും മിക്സിങ്ങും അതിനിടയിൽ അദ്ദേഹത്തിന് സ്വന്തം ഐഡൻറ്റിറ്റി കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമവുമാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ആൻഡ് ഹി ഡസൻറ്റ് നോ വേർ ടു ടേൺ, അതിലെവിടേക്ക് തിരിയണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. The stanza ends with a series of rhetorical questions that express the speaker's despair and confusion. ഈ ഒരു കൺഫ്യൂഷൻ, ഇതിൽ എവിടേക്ക് തിരിയണമെന്ന് അറിയാത്തൊരു കൺഫ്യൂഷൻ സൂചിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു സ്റ്റാൻസയിൽ ചോദിക്കുന്നത്. ഹി ആസ്ക്സ്
ഹൗ ക്യാൻ ഹി ടേൺ ഫ്രം ആഫ്രിക്ക ആൻഡ് ലിവ്? അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പോയത്തിനകത്ത് നമ്മൾ കാണുന്നത് ഈ ഒരു പോയറ്റിൻ്റെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. കൾച്ചറലി യൂറോപ്യൻ ഭാഷയും സംസ്കാരവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ആഫ്രിക്കയുടേതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു കൾച്ചർ ഇഷ്ടമാണ്. പക്ഷേ ഈ കൾച്ചറുള്ള യൂറോപ്യൻസാണ് ആഫ്രിക്കയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കൺഫ്ലിക്റ്റാണ് അദ്ദേഹം ഈ പോയത്തിൽ പങ്കുവയ്ക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഇസ് എ ടൈറ്റിൽ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക മീൻ? ഈ ടൈറ്റിലിൻ്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടൈറ്റിൽ സജസ്റ്റ് എ സെൻസ് ഓഫ് ഡിസ്റ്റൻസ് ഓർ സെപ്പറേഷൻ ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്ന് ദൂരെ നിന്നുള്ള കരച്ചിൽ പറയുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഇദ്ദേഹം ഒരു സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ദൂരെയാണുള്ളത് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ആ ടൈറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ബോത്ത് ഫിസിക്കലി ആൻഡ് കൾച്ചറലി അദ്ദേഹം ജീവിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് ദൂരെയാണ്. അതുമാത്രമല്ല സാംസ്കാരികമായിട്ടും അദ്ദേഹത്തിന് ആഫ്രിക്കയിൽ നിന്നുള്ള ദൂരം അനുഭവപ്പെടുന്നുണ്ട്. ആൻഡ് പോസിബിളി റിഫ്ലെക്ട്സ് ദ പോയിറ്റ്സ് പേഴ്സണൽ സ്ട്രഗിൾ വിത്ത് ഹിസ് ആഫ്രിക്കൻ ഹെറിറ്റേജ്. ആ രീതിയിൽ ആഫ്രിക്കൻ സംസ്കാരത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ദൂരവും അതിൻ്റെ ഒരു കൺഫ്ലിക്റ്റും കൂടി നമുക്ക് ആ ഒരു ടൈറ്റിലിൽ കാണാൻ വേണ്ടി സാധിക്കും. വാട്ട് ഡസ് കിക്കുയു റെഫർ ടു ഇൻ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക? ഇനി കിക്കുയു എന്ന് പറയുന്നത് ഈ ഒരു പോയത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? In A Far Cry from Africa, Kikuyu refers to an ethnic group native to Kenya. കെനിയയിലുള്ള ഒരു വിഭാഗം ജനങ്ങളാണ് കിക്കുയു എന്ന് പറയുന്നത്. സിംബലൈസിങ് ദ ബ്രോഡർ ആഫ്രിക്കൻ എക്സ്പീരിയൻസ് ആൻഡ് സഫറിങ് അണ്ടർ കൊളോണിയലിസം. അവർക്ക് ഈ ഒരു കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് നേരിടേണ്ടി വന്നിട്ടുള്ള വയലൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അത് അവർക്ക് മാത്രമല്ല, ആഫ്രിക്കയിൽ ഒരുപാട് വിഭാഗം ആളുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് അതവിടെ വരുന്നത്. വാട്ട് ഡസ് ദ മെറ്റഫർ ഓഫ് ബ്ലഡ് സ്ട്രീംസ് സിഗ്നിഫൈ? ഇനി ഈ രക്തപ്പുഴകൾ എന്നുള്ള മെറ്റഫർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ മെറ്റഫർ ഓഫ് ബ്ലഡ് സ്ട്രീംസ് സിഗ്നിഫൈസ് ദ ഡീപ് റൂട്ടഡ് വയലൻസ് ആൻഡ് സഫറിംഗ് കോസ്ഡ് ബൈ കൊളോണിയലിസം ഇൻ ആഫ്രിക്ക. നമുക്കറിയാവുന്ന പോലെ ഈ കൊളോണിയലിസത്തിൻ്റെ ആളുകൾ ആഫ്രിക്കയിൽ നടത്തിയിട്ടുള്ള വയലൻസിനെയാണത് സൂചിപ്പിക്കുന്നത്. ഹൈലൈറ്റിംഗ് ദ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ ദ ലാൻഡ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. ആ നാടിനും അവിടുത്തെ ജനങ്ങൾക്കും അതുകൊണ്ടുണ്ടായിട്ടുള്ള ദുരിതങ്ങളാണ് ഈ ഒരു രക്തപ്പുഴകൾ എന്നുള്ള മെറ്റഫർ കൊണ്ട് പോയിട്ട് സൂചിപ്പിക്കുന്നത്. കമൻറ്റ് ഓൺ ദ യൂസേജ് ഓഫ് ദി ഇമേജ് സ്കാറ്റേർഡ് കോപ്സസ്. ഈ മൃതശരീരങ്ങൾ ചിതറിക്കിടക്കുന്ന ഇമേജിനെ കുറിച്ചിട്ടാണ് അടുത്തായിട്ട് ചോദിച്ചിട്ടുള്ളത്. ദ യൂസേജ് ഓഫ് ദി ഇമേജ് സ്കാറ്റേർഡ് കോപ്സസ് ഇവോക്സ് സെൻസ് ഓഫ് ഹൊറർ ആൻഡ് ട്രാജഡി. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതൊരു ഹൊററും അതുപോലെ തന്നെ ദുരന്തത്തിൻ്റെ ചിത്രവുമാണ് നമുക്ക് നൽകുന്നത്. എംഫസൈസിങ് ദ ഹ്യൂമൻ കോസ്റ്റ് ഓഫ് കൊളോണിയൽ വയലൻസ് ആൻഡ് ദ ഡിസ്റിഗാർഡ് ഫോർ ആഫ്രിക്കൻ ലൈഫ്സ്. ആഫ്രിക്കൻ ജനതയെ എത്ര വില കുറച്ചുകൊണ്ടാണ്, അവരുടെ ജീവനൊരു വില കൽപ്പിക്കാതെയാണ് ഈ കൊളോണിയലിസ്റ്റുകൾ പെരുമാറിയിരുന്നത്. അവിടെ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഭീകരത സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ മൃതശരീരങ്ങൾ ചിതറിക്കിടക്കുക എന്നുള്ളൊരു ഇമേജ് ഉപയോഗിച്ചിരിക്കുന്നത്. അനലൈസ് ദി ഇമേജസ് ത്രൂ വിച്ച് ദ പോയറ്റ് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ കൊളോണിയൽ ആൻഡ് ആൻറ്റി കൊളോണിയൽ വയലൻസ്. ഈ കൊളോണിയൽ ആളുകളുടെ വയലൻസും അവിടെയുള്ള ആളുകളുടെ വയലൻസും തമ്മിൽ എങ്ങനെയാണ് അദ്ദേഹം വേർതിരിക്കുന്നത്? The poet distinguishes between colonial and anti-colonial violence through imagery that portrays colonial violence as systematic and rationalized. ഇവിടെ കൊളോണിയലിസ്റ്റുകളുടെ വയലൻസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കും റാഷണലൈസ്ഡും ആണ്. അതായത് ഈ കൊളോണിയലിസത്തെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ടും മറ്റുമൊക്കെ അതിനെ പ്രശംസിക്കുന്നവരും അത് ആവശ്യമാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ വയലൻസ് ആയിട്ടാണ് ഈ കൊളോണിയലിസത്തിൻ്റെ വയലൻസ് വരുന്നത്. ആൻഡ് ആൻറ്റി കൊളോണിയൽ വയലൻസ് ആസ് മോർ പ്രൈമൽ ആൻഡ് ഇൻസ്റ്റിങ്ച്വൽ, സീക്കിംഗ് ഡിവിനിറ്റി ത്രൂ ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ. ഇനി ഈ ആൻറ്റി കൊളോണിയലിസ്റ്റുകളുടെ വയലൻസ് എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ള വയലൻസ് ആണ്. അതായത് അവർ ആക്രമിക്കപ്പെടുകയോ അവരുടെ ഭൂമി അവർ എടുത്തുകൊണ്ട് പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ, അവരുടെ ഈ വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവർ പൊരുതി നിൽക്കുകയും ചെറുത്ത് നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വയലൻസ് ആണ്. ആ രീതിയിലാണ് ഇതിന് രണ്ടിനെ അദ്ദേഹം ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ. വേസ്റ്റ് നോ കമ്പാഷൻ ഓൺ ദീസ് സെപ്പറേറ്റഡ് ഡെഡ്. ഈ മരിച്ചു കിടക്കുന്ന ആളുകളോട് ഒരു ദയയും കാണിക്കേണ്ടതില്ല എന്നുള്ളത് ഈ മൃതശരീരത്തിലെ പുഴുക്കൾ പറയുന്ന ഡയലോഗായിട്ടാണ് ഈ കവിതയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
The phrase waste no compassion on the separated dead suggests a careless attitude towards the victims of colonial violence, implying that their deaths are not worthy of pity or mourning. അതായത് ഈ മരിച്ചു കിടക്കുന്ന ആളുകളോട് പോലും ഒരു ദയയും കരുണയും കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് സാധാരണ ഒരു മനുഷ്യർ മരിക്കുന്ന സമയത്ത്, ഒരു കൂട്ടക്കുരുതി നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സഹതാപം പോലും ആഫ്രിക്കക്കാർക്ക് ലഭിക്കുന്നില്ല. ആഫ്രിക്കക്കാരുടെ ജീവൻ ഒരു വിലയില്ലാത്ത ആറ്റിറ്റ്യൂഡാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എക്സ്പ്ലെയിൻ. Delirious as this worried beast, his walls danced to the tightened carcass of a drum. ഇനി മനുഷ്യരുടെ വയലൻസും മൃഗങ്ങളുടെ വയലൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ലൈനാണ്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ദ ലൈൻ ഡെലീരിയസ് ആസ് ഹിസ് വറീഡ് ബീസ്റ്റ് ഹിസ് വാൾസ് ഡാൻസ് ടു ദ ടൈറ്റൻഡ് കാർക്കസ് ഓഫ് എ ഡ്രം കമ്പയർസ് ഹ്യൂമൻ വാൾസ് ദ ഇൻസ്റ്റിക്ച്വൽ വയലൻസ് ഓഫ് ബീസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരുടെ യുദ്ധങ്ങളെ മൃഗങ്ങളുടെ വയലൻസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. സജസ്റ്റിംഗ് ദാറ്റ് ഹ്യൂമൻ കോൺഫ്ലിക്ട്സ് ആർ ഡ്രിവൺ ബൈ പ്രൈമൽ ഏർജസ് റദർ ദാൻ റാഷണൽ തോട്ട്. അതായത് മനുഷ്യരുടെ വയലൻസ് യുക്തിചിന്തയുടെ ഭാഗമായിട്ടുണ്ടാവുന്നതല്ല, മനുഷ്യരും ഒരു മൃഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം വയലൻസ് മനുഷ്യരിൽ നിന്നുണ്ടാവുന്നതെന്നാണ് ആ ഒരു വരി കൊണ്ട് പറയുന്നത്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ ഗൊറില്ല റെസിൽസ് വിത്ത് ദ സൂപ്പർമാൻ? ഇനി ഗൊറില്ല സൂപ്പർമാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു മെറ്റഫർ കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? The poet uses the metaphor of the gorilla wrestles with the Superman to symbolize the struggle between colonized people and colonizers. നമുക്കറിയാവുന്ന പോലെ ഈ യൂറോപ്യൻ കൊളനൈസേഴ്സും ആഫ്രിക്കയിലുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഒരു സ്ട്രഗിളാണ് അവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഹൈലൈറ്റിംഗ് ദി അൺഈക്വൽ പവർ ഡൈനാമിക്സ് ആൻഡ് കൺഫ്ലിക്ട്സ് ഇൻഹെറൻറ്റ് ഇൻ കൊളോണിയലിസം. അവിടെയുള്ള പവർ ഡൈനാമിക്സിലെ പ്രശ്നമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ യൂറോപ്യൻ കൊളോണൈസേഴ്സ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളും ആഫ്രിക്കയിലെ ആളുകൾ അത്ര പവർഫുൾ അല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് അവിടെ അദ്ദേഹം കാണിക്കുന്നത്. വൈ ഇസ് ദ സ്പീക്കർ ഓഫ് ദ പോയം പോയിസൺഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ബോത്ത്? ഇനി ഈ യൂറോപ്യൻസിൻ്റെയും ആഫ്രിക്കക്കാരുടെയും ബ്ലഡ് കൊണ്ട് അദ്ദേഹം പോയിസൺ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? The speaker of the poem feels poisoned with the blood of both Africans and Europeans due to his mixed heritage. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഹെറിറ്റേജ് മിക്സ്ഡ് ആണ്. അദ്ദേഹത്തിന് യൂറോപ്യൻ കൾച്ചറും ഉണ്ട്, ആഫ്രിക്കൻ കൾച്ചറും ഉണ്ട്. ദെൻ റിഫ്ലക്റ്റിംഗ് ദി ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആൻഡ് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഹി എക്സ്പീരിയൻസസ്. അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ആ കൾച്ചർ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വേരുകൾ ആഫ്രിക്കയിൽ നിന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ആ ഒരു വരി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഹൗ ഡസ് ദ പോയറ്റ് ഡെപ്പിക്ട് എത്നിക് കോൺഫ്ലിക്റ്റ് ഇൻ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക? എത്നിസിറ്റി എന്ന് പറയുന്നത് വംശീയതയാണ്. ആ രീതിയിലൊരു കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് ഈ പോയത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? ദ പോയറ്റ് ഡെപ്പിക്ട്സ് എത്നിക് കോൺഫ്ലിക്റ്റ് ഇൻ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ത്രൂ ഇമേജറി ആൻഡ് റെഫറൻസസ് ടു ദ കിക്കുയു പീപ്പിൾ ആൻഡ് അതർ ആഫ്രിക്കൻ എത്നിക് ഗ്രൂപ്പ്സ്. അദ്ദേഹം ഇമേജറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഈ കിക്കുയു പീപ്പിൾ നമുക്കറിയാം കെനിയയിലുള്ള ഒരു എത്നിക് ഗ്രൂപ്പാണ്, അവരെ റെഫർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഹൈലൈറ്റിംഗ് ദ ഡിവിഷൻസ് ആൻഡ് സഫറിങ് കോസ്റ്റ് ബൈ കൊളോണിയലിസം. അപ്പോൾ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ കൊളോണിയലിസം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള വിഭാഗീയതയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഫറിങ്സുമാണ്. വാട്ട് ഈസ് ദ സെറ്റിംഗ് ഓഫ് എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ബൈ ഡെറിക് വാൽക്കോട്ട്? ഇനി പോയത്തിൻ്റെ സെറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ സെറ്റിംഗ് ഓഫ് എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ഈസ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ തന്നെയാണ് ഈ പോയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്ഥലം ആണ് നമുക്ക് പോയത്തിൻ്റെ ഫസ്റ്റ് ചാൻസിൽ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നത്. സ്പെസിഫിക്കലി ഫോക്കസിങ് ഓൺ ദി ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം ഓൺ ദ ലാൻഡ്, ഇറ്റ്സ് പീപ്പിൾ ആൻഡ് ദ സ്പീക്കേഴ്സ് പേഴ്സണൽ സ്ട്രഗിൾ വിത്ത് ഹിസ് ഐഡൻറ്റിറ്റി ആൻഡ് ഹെറിറ്റേജ്. ഈ കൊളോണിയലിസം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വയലൻസ്, സ്ട്രഗിൾ, സഫറിങ്സ് അതൊക്കെയാണ് അദ്ദേഹം ഈ പോയത്തിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇനി പോയത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ക്രൈസിസ് കൂടി, ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഇമേജസ് ഓഫ് ദ ക്ലാഷ് ഓഫ് കൾച്ചേഴ്സ് ഇൻ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക. സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ ഇമേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വിൻഡ് സ്റ്റിറിങ് ആഫ്രിക്കാസ് ലാൻഡ്സ്കേപ്പ് സിംബലൈസിങ് ദ ഡിസ്ട്രപ്റ്റീവ് ഫോഴ്സ് ഓഫ് കൊളോണിയലിസം. ഈ
പോയതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ഇങ്ങനെ ഈ ആഫ്രിക്കൻ ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെ ഒരു കാറ്റടിച്ചുകൊണ്ട് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നതാണ്. അതായത് അത് രണ്ട് കൾച്ചറുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു നാട്ടിലേക്ക് പുതിയ ഒരു സംഭവം പുറത്തുനിന്ന് വരുന്നു, ആ ഒരു കൾച്ചറിൽ തമ്മിലുള്ള കൺഫ്ലിക്റ്റ് ആയിട്ട് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. റെഫറൻസ് ടു ദ കിക്കുയു പീപ്പിൾ ഹൈലൈറ്റിംഗ് ദ നേറ്റീവ് ആഫ്രിക്കൻ കൾച്ചർ. പിന്നെ കിക്കുയു പീപ്പിളിനെ റെഫർ ചെയ്തിട്ടുണ്ട്. അവിടെ നേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൾച്ചർ അവിടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ബ്യൂട്ടി ഓഫ് ആഫ്രിക്ക ആൻഡ് ദ വയലൻസ് ആൻഡ് ഡെത്ത് കോസ്ഡ് ബൈ കൊളോണിയലിസം. ഇനി ഈ ഒരു കൾച്ചർ കൊണ്ട് ഉള്ള കൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വയലൻസും സഫറിങ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആഫ്രിക്കയുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെ ഇങ്ങനെ ബ്ലഡ് സ്ട്രീമുകൾ കൊണ്ടും അതുപോലെ തന്നെ കോപ്സുകൾ കൊണ്ടും മൃതശരീരം കൊണ്ടും നിറയുന്നതും അദ്ദേഹം കാണിക്കുന്നുണ്ട്. Comparison of African suffering to that of the Jewish people, highlighting the impact of colonialism on different cultures. ഇനി ഈ കൊളോണിയലിസം ഇവിടെ മാത്രമല്ല പല കൾച്ചറിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ള ഒരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. ഈ ജർമ്മനിയിലെ ജൂതന്മാരുമായിട്ട് ഒരു റെഫറൻസ് അദ്ദേഹം നടത്തുന്നുണ്ട്. ആ രീതിയിൽ ഈ കൊളോണിയലിസം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കൾച്ചറുകൾ തമ്മിലുള്ള ഒരു കൺഫ്ലിക്റ്റ് ആണെന്നുള്ള ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സിംബലൈസേഷൻ ഓഫ് ഡെത്ത് ഇൻ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക. ഇനി ഡെത്ത് എങ്ങനെയൊക്കെയാണ് ഇതിൽ സിംബലൈസ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലഡ് സ്ട്രീംസ് റെപ്രസെൻറ്റിംഗ് ദ വയലൻസ് ആൻഡ് സഫറിംഗ് കോസ്ഡ് ബൈ കൊളോണിയലിസം. ബ്ലഡ് സ്ട്രീംസിൻ്റെ ഒരു ഇമേജ് തരുന്നുണ്ട്. ഈ ചോരപ്പുഴകൾ ഒഴുകുന്നുണ്ട്, നമുക്കറിയാം അത് ഡെത്തിൻ്റെ ഒരു സിംബലായിട്ടാണ് വരുന്നത്. കോപ്സ് സ്കാറ്റേർഡ് ത്രൂ എ പാരഡൈസ്. സ്വർഗത്തിൽ ഇങ്ങനെ മൃതശരീരങ്ങൾ ചിതറിക്കിടക്കുന്നതാണ് പറയുന്നത്. അതായത് ആഫ്രിക്കയുടെ ലാൻഡ്സ്കേപ്പ്, ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വർഗം പോലുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ മൃതശരീരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക എന്നുള്ളൊരു ഇമേജാണ് അടുത്തായിട്ട് അദ്ദേഹം തരുന്നത്. സിംബലൈസിങ് ദ ഹ്യൂമൻ കോസ്റ്റ് ഓഫ് കൊളോണൈസേഷൻ ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ആഫ്രിക്കൻ സൊസൈറ്റീസ്. നമുക്കറിയാം ഈ മൃതശരീരങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുക എന്ന് പറയുന്നത് ഡെത്തിൻ്റെ സിംബലാണ്. ദ മെറ്റഫർ ഓഫ് ദ വോം ആസ് എ kernel of carrion, suggesting the death and decay brought by colonial violence. ഇനി ഈ മൃതശരീരങ്ങളിൽ ഉള്ള ഈ ഒരു വോം, പുഴുക്കളെ കേണൽ എന്നാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. അതും ഒരു സിമ്പിളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് ഈ കൊളോണിയലിസം അവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വയലൻസിൻ്റെ സിമ്പിളായിട്ടും ഡെത്തിൻ്റെ സിമ്പിളായിട്ടും നമുക്കത് കാണാൻ സാധിക്കും. കമൻ്റ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് വാൽക്കോട്ട്സ് പോയം. ഇനി ഈ പോയത്തിൻ്റെ സ്ട്രക്ചറാണ് ചോദിച്ചിട്ടുള്ളത്. ദ പോയം ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 സ്റ്റാൻസസ്, ഈച്ച് അഡ്രസ്സിങ് ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ഓഫ് ദ തീം ഓഫ് കൊളോണിയലിസം ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ആഫ്രിക്ക. 3 സ്റ്റാൻസകളിലായിട്ടാണ് ഈ പോയം ഉള്ളത്. ഓരോ സ്റ്റാൻസയിലും കൊളോണിയലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ തീമുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഈച്ച് സ്റ്റാൻസ ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ഫോക്കസ്, വിത്ത് ദ ഫസ്റ്റ് ഡിസ്ക്രൈബിംഗ് ദ വയലൻസ് ഓഫ് കൊളോണിയലിസം. ആദ്യത്തെ സ്റ്റാൻസയിൽ കൊളോണിയലിസത്തിൻ്റെ വയലൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ദ സെക്കൻഡ് ക്രിറ്റിസൈസിങ് കൊളോണിയൽ പോളിസീസ്. രണ്ടാമത്തേതിൽ കൊളോണിയൽ പോളിസീസിനെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതായത് ഈ മനുഷ്യരുടെ ഈ വയലൻസിനെ മൃഗങ്ങളുടെ വയലൻസുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഈ കൊളോണിയലിസം എന്ന് പറയുന്നത് ഈ മൃഗതുല്യമായിട്ടുള്ള പ്രവൃത്തികളാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ആൻഡ് ദ തേർഡ് എക്സ്പ്രസിങ് ദ പോയിറ്റ്സ് പേഴ്സണൽ കൺഫ്ലിക്റ്റ്. ഇനി അവസാനത്തെ സ്റ്റാൻസയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാനസിക സംഘർഷമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ദ യൂസ് ഓഫ് വിവിഡ് ഇമേജറി ആൻഡ് പവർഫുൾ ലാംഗ്വേജ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഏർജൻസി ആൻഡ് ഇമോഷൻ, ഹൈലൈറ്റിംഗ് ദ പോയിറ്റ്സ് പാഷൻ ആൻഡ് കൺവിക്ഷൻ ഇൻ അഡ്രസ്സിങ് ദീസ് ഇഷ്യൂസ്. ഇനി അദ്ദേഹം ഒരുപാട് ഇമേജറികൾ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ പവർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അതിലൂടെയൊക്കെ ഈ ഒരു വിഷയത്തിൻ്റെ ഡെപ്തും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കൺഫ്ലിക്റ്റും അദ്ദേഹം ഈ ഒരു പോയത്തിൽ സ്ട്രക്ചറൈസ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, കൺസിഡർ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ആസ് എ പോസ്റ്റ് കൊളോണിയൽ പോയം. ഈ ഒരു കവിതയെ ഒരു പോസ്റ്റ് കൊളോണിയൽ പോയമായിട്ട് വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പോയം റിഫ്ലെക്ട്സ് ഓൺ ദ ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം ഓൺ ആഫ്രിക്ക ആൻഡ് ഇറ്റ്സ് പീപ്പിൾ, ഹൈലൈറ്റിംഗ് തീംസ് ഓഫ് വയലൻസ്, ഐഡൻറ്റിറ്റി ആൻഡ് കൾച്ചറൽ കൺഫ്ലിക്റ്റ്. ഇതിലെ തീം നമുക്ക് പോസ്റ്റ് കൊളോണിയലാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. കൊളോണിയലിസം ആഫ്രിക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളും അവിടെയുള്ള ഐഡൻറ്റിറ്റി, കൾച്ചറൽ കൺഫ്ലിക്റ്റുകളെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ക്രിട്ടിസൈസസ് ദ ബ്രൂട്ടാലിറ്റി ആൻഡ് ദി ഹിപ്പോക്രസി ഓഫ് കൊളോണിയൽ പോളിസീസ് ആൻഡ് ദ ലാസ്റ്റിംഗ് ഇഫക്ട്സ് ഓഫ് കൊളോണൈസേഷൻ ഓൺ ആഫ്രിക്കൻ സൊസൈറ്റീസ്. ഇനി ഈ ഒരു കൊളോണൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ദ പോയംസ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ സ്പീക്കേഴ്സ് ഇൻറ്റേർണൽ കൺഫ്ലിക്റ്റ്
and mixed heritage reflects the broader post-colonial experience of individuals caught between different cultures and identities. ഇനി പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഈ ഒരു ഇന്നർ കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ മിക്സ്ഡ് ആവുകയും അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു തീം പോസ്റ്റ് കൊളോണിയൽ കവിതകളിൽ ഉണ്ടാവുന്നതാണ്. അത് നമുക്കിതിനകത്ത് അവസാന സ്റ്റാൻസയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. Overall, A Far Cry from Africa can be seen as a post-colonial poem that engages with the complexities and legacies of colonialism in Africa. അങ്ങനെ മൊത്തത്തിൽ നമുക്കിതൊരു ആഫ്രിക്കയിലെ കൊളോണിയലിസവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെയും പോയറ്റിന് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അത് എങ്ങനെ ബാധിച്ചു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന ഒരു പോസ്റ്റ് കൊളോണിയൽ പോയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A Far Cry from Africa is a detailed analysis of the split identity of the post-colonial individual substantiating. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺഫ്ലിക്റ്റ് കാണിക്കുന്ന ഒരു പോസ്റ്റ് കൊളോണിയൽ പോയമാണ് എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. The poem explores the speaker's internal conflict between his African heritage and his European upbringing, reflecting the split identity of many post-colonial individuals. നമുക്കറിയാം ഈ പോസ്റ്റ് കൊളോണിയൽ പോയത്തിൽ പ്രധാനമായിട്ട് വരുന്ന തീമാണ് ഈ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയുമായിട്ട് വരുന്ന കൺഫ്ലിക്റ്റ്. ഇദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ രീതിയിലൂടെ വളർത്തപ്പെട്ടതും എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ ഹെറിറ്റേജും റൂട്ടും തമ്മിലുള്ള കൺഫ്ലിക്റ്റ് അദ്ദേഹം ഈ പോയത്തിൽ പറയുന്നുണ്ട്. The speaker struggled to reconcile his love for English culture with his outrage at the violence of colonialism represents the broader tension between the colonizer and colonized identities. ഇനി ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് കൾച്ചർ, ഇംഗ്ലീഷ് ലാംഗ്വേജ് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. പക്ഷെ ഈ ഇംഗ്ലീഷുകാർ ഈ ആഫ്രിക്കയിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കൾച്ചർ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല. ആ രീതിയിൽ ഈ രണ്ട് കൾച്ചറുകളും തമ്മിലൊരു കൺഫ്ലിക്റ്റ് അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. The poem's imagery and language convey a sense of alienation and displacement, highlighting the psychological impact of colonialism on individuals. ഇനി ഈ പോയത്തിലെ ഇമേജറിയിലും ലാംഗ്വേജിലും നമ്മൾ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഏലിയനേഷൻ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒറ്റപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് യൂറോപ്യൻ കൾച്ചറിലും ആവാൻ വേണ്ടി സാധിക്കുന്നില്ല, ആഫ്രിക്കൻ കൾച്ചറിലും ആവാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. Through the speaker's personal conflict, the poem offers a nuanced portrayal of the complexities of a post-colonial identity, making it a detailed analysis of the split identity experienced by many in post-colonial societies. അപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റീസ്, ഇതുപോലെ കൊളോണിയലിസത്തിന് ശേഷം ഈ കൾച്ചറുകൾ തമ്മിലുള്ള കൺഫ്ലിക്റ്റ് എങ്ങനെയാണ് അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഒരു വശത്ത് യൂറോപ്യൻ കൾച്ചർ, അതിൻ്റെ വാല്യൂസ്, ആ ലാംഗ്വേജ് ഒക്കെ അവർ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് അവരുടെ ഹെറിറ്റേജ് അവർക്ക് നഷ്ടപ്പെടുകയാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. ആ രീതിയിലുള്ളൊരു കൺഫ്ലിക്റ്റാണ് പോയറ്റും അനുഭവിക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ പോയത്തിനെ നോക്കുകയാണെങ്കിൽ ഇതൊരു പോസ്റ്റ് കൊളോണിയൽ ഇൻഡിവിജ്വലിൻ്റെ കൾച്ചറൽ കൺഫ്ലിക്റ്റ്, ഐഡൻറ്റിറ്റി കൺഫ്ലിക്റ്റാണ് അവതരിപ്പിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് ഈ ഒരു പോയുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.